ആശീർവദിക്കാനും ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാനും എത്തിയ എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. ആദ്യമായി സ്വാഗത പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് മിനി ഹരിദാസ് അവർകളെ ക്ഷണിക്കുന്നു. രണ്ടു വാക്കുമാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ഒരു നാടിനെ ഇത്രയും നല്ലൊരു സിറ്റി പ്ലാസ എന്ന ഒരു സ്ഥാപനം നല്ലൊരു മുതൽക്കൂട്ടാണ്. നമ്മുടെ ഇവിടെ എന്നെ സംബന്ധിച്ച് കുറച്ച് വികസനം കുറവുള്ള നാടാണ് ഈ ഭാഗം മുഴുവനും. പക്ഷേ എന്തെങ്കിലും സ്ഥാപനം തുടങ്ങിയാലും അത് വിജയിക്കാൻ ഒരു രാശിയാണ് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എങ്കിൽ ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകൾ നേരുന്നു. നന്ദി ശ്രീമതി മിനി ഹരിദാസ്. അടുത്തതായി നമ്മുടെ മുൻ മെമ്പർ ശ്രീ മണികണ്ഠൻ അവർക്ക് രണ്ടു വാക്ക് സംസാരിക്കുന്നതായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ നല്ല ചടങ്ങിന്റെ ഉദ്ഘാടക നമ്മുടെ അണൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി മിനി ഹരിദാസ്, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അണൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും നമ്മുടെ മുൻ വൈസ് പ്രസിഡന്റും നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിലൊക്കെ പ്രായത്തിന്റെ വെല്ലുവിളികളൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട ലാസർ മാഷ്, അതുപോലെ തന്നെ സാഹിത്യകാരനും ഈ സ്ഥാപനത്തിന്റെ ഉടമ കൂടിയായിട്ടുള്ള ദിനേശിന്റെ അമ്മാവും കൂടിയായിട്ടുള്ള ചെറാട്ട് ബാലകൃഷ്ണൻ, അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ, നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂർ ടൗണിൽ നിന്നും ഒരു 12 കിലോമീറ്റർ നമ്മുടെ അവിടേക്കുള്ളൂ എങ്കിലും നഗരത്തിന്റെ ഇതൊന്ന് വിട്ട് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒരു ഏരിയ ആണ് പ്രത്യേകിച്ച് നമ്മുടെ വെളപ്പായ മേഖല. പറയുമ്പോൾ നമ്മുടെ തൊട്ട് നമ്മുടെ ഈ വില്ലേജിൽ തന്നെയാണ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ആഗോളതലത്തിൽ അംഗീകാരങ്ങളുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റി നിൽക്കുന്നു. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ സ്ഥാപനമായി മാറിക്കൊണ്ടിരിക്കുന്ന മെഡിക്കൽ കോളേജ് നിൽക്കുന്നുവെങ്കിലും വികസനം നമ്മുടെ ഏരിയയിലേക്ക് വരുന്നത് വളരെ കുറവാണ്. ഒരു 4 വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ മെമ്പറായതിനു ശേഷമാണ് ദിനേശ് നമ്മുടെ വെളപ്പായിൽ വീട് മേടിച്ച് താമസാക്കുന്നത്. അന്ന് തൊട്ട് ഞങ്ങൾ ഉള്ള ഒരു വ്യക്തിബന്ധം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തുടക്കം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞാനുമായി ബന്ധപ്പെട്ടാണ് പോയിരുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഇന്നത്തെ ഉദ്ഘാടനത്തിന് പ്രത്യേകം എത്തണം എന്ന് പറഞ്ഞ് എന്നെ ക്ഷണിച്ചിട്ടുള്ളതും. നമ്മളെ സംബന്ധിച്ച് എന്റെയൊക്കെ ചെറുപ്പകാലങ്ങളില് അത്താണിയോ തിരൂരോ സെന്ററുകളേക്കാം ഒക്കെ വലിയ ഒരു സെന്ററായിരുന്നു വെളപ്പായ എന്ന ക്ഷേത്ര നട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, നീലാണ്ടൻ നായരുടെ പലചരക്ക് കടയും റേഷൻ കടയും ഉൾപ്പെടെയുള്ള ഒരു ഏരിയ, ഇപ്പുറത്ത് ഗോപിനാഥ മേനോന്റെ കടയും അദ്ദേഹത്തിന്റെ ടാക്സി കാറുകളും അതുപോലെയുള്ള ടെമ്പോ അടക്കമുള്ള ലോഡിംഗ് ടെമ്പോ അടക്കമുള്ള വാഹനങ്ങൾ നിറഞ്ഞു കിടന്നിരുന്ന ഒരു സെന്റർ ആയിരുന്നു നമ്മുടെ വെളപ്പായ. അതുപോലെ തന്നെ വെളപ്പായ ശിവക്ഷേത്രത്തിലേക്ക് ഒട്ടനവധിയായിട്ടുള്ള മേഖലകളിൽ നിന്നൊക്കെ ഭക്തര് എത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമൊക്കെ ആയിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ പിന്നീട് നമുക്ക് ആളുകള് വരവ് കുറഞ്ഞ് നമ്മുടെ സെന്റർ വെളപ്പായ അമ്പലനട എന്ന് പറയുന്നത് ശോഷിച്ച് വന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എന്താ പറയാ, സാമ്പത്തികമായിട്ട് ഫണ്ട് ഇറക്കിക്കൊണ്ട് ഒരു ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങാൻ, അതുപോലെ അത് വിജയിപ്പിച്ചെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ട് എന്ന നിലയിലാണ് ആളുകൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തെ അമ്പലനടയുമായി ബന്ധപ്പെട്ട് ഭൂമിയുള്ള ആളുകളാണെങ്കിൽ അത്തരത്തിലൊരു ശ്രമത്തിന് നിൽക്കുന്നു ഉണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിലാണ് ദിനേശിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം, ആള് ഞാനും മനസ്സിലാക്കിയിടത്തോളം ആള് ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ്. ഒരുപാട് TV ചാനലിലൊക്കെ ഡിബേറ്റിലൊക്കെ വന്ന് നിൽക്കുന്ന അത്രയും സാമ്പത്തികമായും അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇപ്പോ ആളുടെ ഭാര്യയും പാർവതി അമൃത ചാനലില് ആങ്കർ ആയിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ദിനേശ് ഇവിടെ വന്ന് ഈ സ്ഥലം വാങ്ങി. അതിനുശേഷം പല രീതിയിലുള്ള ഐഡിയകൾ ഉണ്ടായിരുന്നു. അവസാനമാണ് ഇതുപോലെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്
പണിയാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോ അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഞാൻ ഈ ഉദ്യമം തുടങ്ങി വെക്കാനും വെളപ്പായയില് ധൈര്യപൂർവ്വം പണമിറക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ തയ്യാറായതിനെ അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമുക്ക് ഇത് നമ്മുടെ നാട്ടിലുള്ളവർക്ക് കൂടി ഒരു പ്രചോദനമാകേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 4 വർഷം മുൻപേ ആണ് ആള് ഇവിടെ വന്ന് താമസമായിട്ടുള്ളൂ. പക്ഷെ ആളുടെ ഉള്ളിലുള്ള ആളുടെ മനസ്സിലുള്ള നാടിനോടുള്ള ഒരു സ്നേഹം, എന്തെങ്കിലും ചെയ്യണം നമ്മുടെ നാട്ടിലേക്കും, തന്റെ ഒരു അടയാളം ഇവിടെ അടയാളപ്പെടുത്തിക്കൊണ്ട് പോകണം എന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ആ സംരംഭം തുടങ്ങി വിചാരിച്ചതിനേക്കാൾ മുന്നേ തന്നെ അപ്പൊ താഴത്തെ 2 റൂമുകള് ഒരു ബ്യൂട്ടി സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അത് പോയി. മുകളില് അദ്ദേഹത്തിന്റെ തന്നെ ഒരു കൺസെപ്റ്റ് ആണ് ഒരു വർക്ക് ഹബ്ബ്. പല വർക്ക് ഫ്രം ഹോം ആയിട്ട് പല കമ്പനികളിലും ഒക്കെ ഇരിക്കുന്ന ജോലി ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരുന്ന് ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് ആ കമ്പ്യൂട്ടറും ഒരു വർക്ക് സ്പേസ് അതിന്റെ മുകളിലുള്ള റൂമുകളിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനോടനുബന്ധിച്ചാണ് പിന്നെ വെളപ്പായെ സംബന്ധിച്ച് ഇപ്പൊ ഒരു നല്ലൊരു ചായ കിട്ടാൻ പറ്റാത്തൊരു അവസ്ഥയിലുള്ള ഒരു വെളപ്പായ ഗ്രാമമാണ്. വെളപ്പായനെ കുറ്റം പറയുമ്പോ ബാബുവേട്ടന് ദേഷ്യം വരുന്നതായിരിക്കും, പക്ഷെ കുറ്റല്ല, ഞാൻ യാഥാർത്ഥ്യം പറയുന്നത്. അപ്പോ ആള് അതുമായി ബന്ധപ്പെട്ടു നമുക്ക് ഒരു ടീ ഹബ്ബ് ഇവിടെ തുടങ്ങാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്ത് നമ്മുടെ തൊട്ടു മുന്നിൽ പഞ്ചായത്താണ്. അപ്പൊ ഒരുപാട് ആളുകൾ പല മേഖലകളിൽ നിന്ന് വരുന്നൊരു ഏരിയ ആണ്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ ഉദ്യമം വൻ വിജയമായി മാറാൻ ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇനിയും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കൊക്കെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി വെളപ്പായയുടെ മുഖം പഴയ കാലങ്ങളിൽ നിന്നും മാറ്റി പുതിയൊരു മുഖത്തിലേക്ക് മാറാൻ നാടിന്റെ വികസനത്തിനൊപ്പം നമുക്ക് മെഡിക്കൽ കോളേജും മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്കുമുള്ള വെളപ്പായ എന്ന് പറയുമ്പോൾ ഇതൊക്കെ കണ്ട് മനസ്സിലായി വരുന്ന ആളുകൾ ഒരു ചായ പോലും കിട്ടാത്ത ഒരു സ്ഥലമായിട്ട് കാണാതിരിക്കാൻ നാളുകളിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കും സമ്പത്തൊക്കെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അപ്പൊ അവർക്കും ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. വളരെ നന്ദി മണികണ്ഠൻ സർ. അടുത്തതായി നമ്മുടെ ലാസർ മാഷ് 2 വാക്ക് പറയാൻ വേണ്ടി ക്ഷണിക്കുന്നു. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തിയത് നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് മണികണ്ഠൻ, മറ്റു നല്ലവരായ നാട്ടുകാർ, എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. എന്താ കാരണം വെച്ചാൽ ഞാൻ ഈ വെളപ്പായെപ്പറ്റി വലിയൊരു ആഗ്രഹം, വലിയൊരു കാഴ്ചപ്പാടും ഒരാളായിരുന്നു. ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും, എനിക്കിപ്പോൾ 89 വയസ്സ്, അപ്പോൾ അറിയാലോ, എനിക്ക് എത്രയോ കാലങ്ങൾക്ക് മുൻപുള്ള എല്ലാ പ്രവർത്തനവും എനിക്കറിയാം. ഇവിടെ മണികണ്ഠൻ പറഞ്ഞതുപോലെ വെളപ്പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളപ്പായ സെൻട്രൽ അമ്പലനാടിയാണ്. അവിടെ അന്ന് നീലകണ്ഠനാരുടെ പീടികയാണ്. ഈ നീലകണ്ഠനാരുടെ പീടിക മാത്രമല്ല, അതുപോലെ റേഷൻ കട ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അന്നൊന്നും ഗോപിനായൻ്റെ കടയില്ല. ഈ പഞ്ചായത്തിൻ്റെ എല്ലാ വിവിധ മേഖലകളിൽ നിന്നും എല്ലാവരും സാധനങ്ങൾ മേടിക്കാൻ ഇവിടെ വന്നിരുന്നു. എടക്കളം, അവനൂര്, വരതിയത്തിന് വരെ കോളനിക്കാർ, അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ കൂടി വന്നായിരുന്നു. ഇവിടെയാണ് കിട്ടുക. അപ്പോൾ എനിക്ക് അന്നൊക്കെ വലിയൊരു സന്തോഷമുണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടാനൊരു സൗകര്യം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉണ്ടാകുക എന്നുള്ള വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ നന്നാക്കി എടുക്കണം. പക്ഷെ ഞാൻ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല. മണികണ്ഠൻ പറഞ്ഞ പോലെ ബിസിനസ് തുടങ്ങണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. നമ്മുടെ ഈ സെൻറ്ററിൻ്റെ സെൻറ്ററിൽ തൊട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ ഒരാൾക്കും ബിസിനസ് ചെയ്തിട്ട് വളർത്തണം, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ നന്നാവണം എന്ന് ആഗ്രഹമുള്ളവരല്ല. അവർ മറ്റു പല ജോലിപരമായിട്ടും മറ്റ് പല വിവിധ മേഖലകളിൽ പണിയെടുത്ത് പൈസ ഉണ്ടാക്കി അങ്ങനെ ജീവിക്കണം. അപ്പോൾ അവരെ സംബന്ധിച്ച് കടകളോ അല്ലെങ്കിൽ ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കണമോ അങ്ങനെ ഒരു ചിന്തയില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഉറങ്ങിപ്പോയത്. എന്നാൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും വലിയ സ്ഥാപനമായിട്ട് മെഡിക്കൽ കോളേജ്, യൂണിവേഴ്സിറ്റി ഒക്കെ നമ്മുടെ പഞ്ചായത്തിലല്ല, നമ്മുടെ വില്ലേജ്, വെളപ്പായ വില്ലേജിലാണ്. ഈ പഞ്ചായത്തിലൊക്കെ ഏറ്റവും വലിയ വില്ലേജാണ് വെളപ്പായ വില്ലേജ്. അപ്പോൾ ആ വെളപ്പായ വില്ലേജിലാണ് മെഡിക്കൽ കോളേജും യൂണിവേഴ്സിറ്റി ഒക്കെ സ്ഥിതി ചെയ്യുന്നത്.
അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമുക്ക് ഇവിടെ വന്നാൽ നേരത്തെ മണികണ്ഠൻ പറഞ്ഞ പോലെ തന്നെ ഒരു ചായ കുടിക്കാൻ ഈ പഞ്ചായത്തിൽ വന്നു കഴിഞ്ഞാൽ കിട്ടില്ല എന്നുള്ളൊരു, ഈ പരിസരത്ത് ആർക്കും കിട്ടില്ല എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ നമ്മുടെ ഈ രാജ്യം, നമ്മുടെ ഈ ദേശം ഉറങ്ങിക്കെടുക്കുകയാണ്. കാരണം അതിന് വളർന്നു വരുന്നവർക്ക് അങ്ങനെ ചിന്തയില്ല. അതുകൊണ്ടാണ് സംഭവിച്ചത്. ഞാൻ ആലോചിക്കുന്നത് പഴയ കാലത്തൊക്കെ നമ്മൾ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നമുക്ക് പഴയ കാലത്തുള്ള ബിസിനസ് എങ്ങനെയായിരുന്നു കാലങ്ങൾക്ക് മുൻപ് എനിക്കുണ്ടായിട്ടുള്ള വല്ല നെല്ലോ അല്ലെങ്കിൽ നാളികേരോ പച്ചക്കറി മറ്റേ കുമ്പളങ്ങയോ വെള്ളരീക്കോ കൈപ്പറ്റൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. അപ്പോൾ എല്ലാവരും കൊണ്ടുവരും. അവിടെ വെച്ചിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അങ്ങോട്ടും വാങ്ങി കൈമാറി അങ്ങനെയാണ് അന്ന് ചെയ്യുന്നത്. പിന്നീട് കാലങ്ങൾ മാറിയതിന് ശേഷം അതിൻ്റെ രീതിക്കൊക്കെ വ്യത്യാസം വന്നു. പക്ഷെ നമുക്കൊരു നാട്ടിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹമാണ്. പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സാധനം കിട്ടണമെങ്കിൽ അടുത്തൊന്നും കിട്ടാൻ കഴിഞ്ഞാൽ നമുക്കുള്ള ബുദ്ധിമുട്ട്. ഒരു മരുന്ന് കിട്ടണമെങ്കിൽ നമ്മുടെ വീട്ടിൽ മെഡിക്കൽ കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അത്യാവശ്യം മരുന്ന് മേടിക്കാൻ പുറത്തുനിന്ന് വാങ്ങണം. അപ്പോൾ ആ മരുന്ന് വാങ്ങണമെങ്കിൽ വരെ നമുക്ക് കിട്ടാത്തൊരവസ്ഥയിൽ കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടക്കുന്ന സ്ഥലത്ത് ധൈര്യപൂർവ്വം ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ ആലോചിക്കുക, അത് പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ട് അതിൻ്റെ പുറമെ ഞാൻ പ്രത്യേകം വാനോളം പോയിട്ടാണ് അതിന് ധൈര്യം കാണിച്ചത്. ഞാൻ പറയുന്നത് ഒരു കാര്യം തുടങ്ങിയാൽ അതിൻ്റെ രീതി വളർത്തിയെടുക്കേണ്ട ആളുടെ മനസ്സിലുണ്ടാവണം. ഞാനൊരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്ന ഒരാളാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, തിരുവരി സെൻറ്ററിൽ പ്രീതി ഇലക്ട്രിക്കൽസ് എന്ന് പറയും, അതുപോലെ പ്രീതി ഗോൾഡ് ലോൺ ഇതൊക്കെ. അന്ന് ഞാൻ തുടങ്ങുമ്പോൾ പലരും പറയും മാറ്റി എന്തിനും ഇതൊക്കെ ഇവിടെ തുടങ്ങേണ്ട കാര്യം 10 വയസ്സ് കിട്ടുകയൊന്നും ഉണ്ടാവില്ല. ഇന്നിപ്പോൾ ഈ ചുറ്റുപാടുകൾ തൃശ്ശൂർക്ക് വരെ പോകുന്നില്ല ആൾക്കാർ അവിടെ വന്നിട്ട് സാധനം മേടിക്കണം. അത്രയധികം സാധനങ്ങൾ അവിടെ. അതുപോലെയുള്ള ബിസിനസ് നടത്തും. ഞാൻ പറയും ആ ബിസിനസ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ ചില ധാരണയുണ്ടാവും എങ്ങനെ ഇത് വളർത്തിയെടുക്കാം. അങ്ങനെ നമ്മൾ ചെയ്തതാണെങ്കിൽ ഇവിടെ തുടങ്ങുമ്പോഴേക്കും വലുതാവില്ല. നമ്മളിവിടെ തുടങ്ങി കഴിഞ്ഞ് ഉടനെ കഴിഞ്ഞ് നാളെ വരുമാനം നോക്കി കഴിഞ്ഞാൽ ഇന്നും കിട്ടും ഇതെന്തെങ്കിലും കൊണ്ടുനടക്കാൻ പൂക്കുക എന്ന് വിചാരിച്ച കാര്യമില്ല. നമ്മൾ അത് ആൾക്കാരെ പിടിക്കാനുള്ള പല വഴികളുമുണ്ട്. അങ്ങനെ ആൾക്കാരെ ആദ്യം വരാൻ വേണ്ടി ഉള്ള പ്രവർത്തനം ഇതിലൂടെ നീങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അത് നമ്മൾ അറിയാതെ തന്നെ വളർന്നു പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണം എന്താണെങ്കിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് വേറെ ഒരിക്കലും ഓടണ്ട എന്നുള്ളൊരു ഇതാണ്. ഞാൻ മുമ്പ് തിരൂർക്ക് മുമ്പ് നോക്കാറുണ്ട്. ഇവിടുന്ന് മുട്ടി കഴിഞ്ഞാൽ കയറ്റാൻ കയറി കഴിഞ്ഞാൽ എന്തുമാത്രം ബിസിനസ് അവിടെ നിന്നാണ്. നമ്മുടെ ഇവിടെ ഈ വട്ടം മാത്രം സെൻറ്ററിൽ മാത്രം അന്ന് ഈ പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗമായിരുന്നു ഈ ഭാഗം. അപ്പോൾ അങ്ങനെയുള്ള ഈ ഭാഗത്ത് ഇന്ന് ഉറങ്ങിക്കെടുക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ട്. ഞാൻ എൻ്റെ 1-2 അനുഭവങ്ങൾ പറയാണ്. തിരൂർ ഇതുപോലെ വളരെ ആദ്യമൊക്കെ വളരെ ചുരുങ്ങിയ രീതിയിലുള്ള ബിസിനസ്സായിരുന്നു. അവിടെ ഒരു നേതൃത്വത്തിൽ ഒരു മാഷുണ്ടായിരുന്നു, കുഞ്ഞുപറഞ്ഞ മാഷ്, ഞങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരായിരുന്നു. അവരോട് കട തുടങ്ങുമ്പോൾ അയാളോട് തന്നെ അപ്പുറത്ത് നമ്മൾ പോയിട്ടു അത് പൊളിച്ചിട്ട് ഇതൊന്നുകൂടി കുട്ടി വാർത്തോളാം. അങ്ങനെ വാർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വളരെ ഭംഗിയായിട്ട് കൊണ്ടുവരുന്നൂടെ എന്ന് പറഞ്ഞാൽ ആ സെൻറ്റർ ഇപ്പോൾ അടിപൊളി സെൻറ്ററായി. അതുപോലെ തന്നെ അത്താണി സെൻറ്റർ. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവരെ വളർത്തിയെടുത്ത് അതിന് ഒരു നേതൃത്വമുള്ള ആൾ കൂടി ഉണ്ടാവണം ആ പഞ്ചായത്തിൽ. അങ്ങനെയാണെങ്കിൽ ഈ ദേശത്ത് അതുപോലുള്ള ആൾക്കാരുണ്ടായെങ്കിൽ കുറേയൊക്കെ അവർ ഇവിടെ പറഞ്ഞാൽ അനുസരിക്കാവുന്ന ആൾക്കാരോട് പറഞ്ഞ് പല കാര്യങ്ങളും നമുക്ക് ചെയ്ത് ഇങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും. നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്യണം. സ്വന്തം നന്മ മാത്രം പലരും നോക്കി നടക്കുന്നുണ്ട്. അവരവരുടെ കാര്യം മാത്രം, സ്വന്തം കാര്യം മാത്രം. നമ്മൾ നാട്ടിൽ മറ്റുള്ളവരും ചെയ്യുന്ന കാര്യങ്ങളും പ്രവർത്തിക്കണം. നമുക്ക് തന്നിട്ടുള്ള ആഴ്ചയൊക്കെ നീട്ടി ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. എനിക്ക് അതിൻ്റെ ആഴ്ച നീട്ടി തന്നിട്ടുള്ളത് സൽപ്രവൃത്തികൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നാടിന് ഉപകാരപ്രദമായിട്ടുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നാട്ടിനെ സ്നേഹിച്ച് അത് വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ എല്ലാവരും സഹായിക്കണം. ഇതിനെ വളർത്തിയെടുക്കണം. അതുപോലെ തന്നെ ഇതിന് ധൈര്യം കാണിച്ചിട്ടുള്ള എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം നമ്മുടെ നാട്ടിലുള്ള ആൾക്ക് ധൈര്യം ഇല്ലാണ്ട് ഓർമ്മോട് താമസിച്ച് 4 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ ഒരു സ്ഥാപനോട് തുടങ്ങുക എന്ന് പറയുമ്പോൾ അത് ആളെ എന്തുമാത്രം പോയിച്ചാലും അത് അധികമാവില്ല. അപ്പോൾ അങ്ങനെ ഇത് നന്നായി വളർന്ന് പന്തലിച്ച് വരട്ടെ. അത് കൈകാര്യം ചെയ്യുന്നവരും അതുപോലെ തന്നെ ഇവിടെ നാടൻ മുറിക്കാൻ വന്നിട്ടുള്ള നമ്മുടെ സാഹിത്യകാരനും മാർക്കുമായിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ എല്ലാ വീട്ടിലും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെ ഈ കാലത്തും ഇവിടെ എത്തിച്ചേർന്ന് ഇതിനു വേണ്ടി ഒരു തുടക്കം കുറിക്കാനായിട്ട് കഴിഞ്ഞതുകൊണ്ട് അത് ഭംഗിയായിട്ട് വളരെ വിശ്വാസത്തിൽ 2 വാക്ക് നിർത്തുന്നു. എന്ന അവസരം തന്നെ എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഇത്
വളരെയധികം നന്ദി ശ്രീ നാസർ മാഷ്. അടുത്തതായി ശ്രീ ചെറാട്ട് ബാലകൃഷ്ണൻ അവർകളെ ക്ഷണിക്കുന്നു. അതിനു മുമ്പായി 2 വാക്ക് അദ്ദേഹത്തെക്കുറിച്ച്. സാഹിത്യകാരനും സാമൂഹിക പ്രവർത്തകനുമായ ശ്രീ ചെറാട്ട് ബാലകൃഷ്ണൻ തൃശ്ശൂരിലെ മാതൃഭൂമി സ്റ്റഡി സർക്കിളുമായി സജീവമായി പ്രവർത്തിച്ചിരുന്നു. മാതൃഭൂമി ദിനപത്രത്തിൽ ഒട്ടനവധി ലേഖനങ്ങൾ അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു തികഞ്ഞ ഗാന്ധിയനും കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറയുന്നത് എനിക്ക് തന്നെ തീരാത്തൊരു കാലഘട്ടമാണ് വാർദ്ധക്യത്തിൻ്റെ പല അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഏതായാലും ഈ ധന്യ നിമിഷത്തിന് സാക്ഷിയാകാൻ ഇത് അനുവദിച്ച നമുക്കിപ്പോൾ പണ്ടൊക്കെ ധാരാളം സംസാരിക്കാൻ 10 കൊല്ലമായിട്ട് ഭാരം അവധി ഞാൻ കോഴ്സ് സർവീസിലായിരുന്നു. മാതൃഭൂമിയായിട്ട് കുറേ ബന്ധങ്ങൾ കേശവനായിട്ട് കുറേ അടുപ്പുകയായിരുന്നു. കുറേ ഇതേപോലെ വായിക്കുക അതാണ് സാഹിത്യകാരനോട് ഞാൻ ദിനേശ് പരിപാടികളൊക്കെ വാർത്ത പറയാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ വളർന്ന് വളരെ ബുദ്ധിമുട്ടി. ഞാൻ മാഷോട് പറയുന്നു ഇപ്പോൾ പഴയ കാര്യങ്ങൾ കുറേ കുട്ടികൾക്ക് ഇഷ്ടമല്ല. പഠിച്ച കാര്യങ്ങളും